നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം തിരിച്ചുപിടിക്കാനുള്ള അവസരം കളങ്കാരോപിതനെ സംരക്ഷിച്ച് കളഞ്ഞു കുളിക്കരുതെന്ന് ഹൈക്കമാൻഡ് താക്കീത് ചെയ്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനവും തുലാസിലായിരിക്കുകയാണ്. പാർട്ടിയാണ് വലുത്. ക്ലീൻ ഇമേജുമായി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന കർശന നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വത്തിന് കിട്ടിയിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിലടക്കം ചർച്ചകൾ പൊടിപൊടിക്കുകയാണ്. അതിനിടയിൽ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ട്രോളുകളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുലിന് വേണ്ടി ഇപ്പോൾ എതിർചേരിയിലെ പീഡനക്കേസിൽ ആരോപിക്കപ്പെട്ട നേതാക്കന്മാരുടെ പഴയ ചിത്രങ്ങളും വാർത്തകളും തപ്പിയെടുത്ത് ഇപ്പോൾ കുത്തിപ്പോക്കുന്നുണ്ട് ഒരു കൂട്ടം. ഇതിനിടയിൽ CPM നേതാവ് P. സരിന്റെ പേരിൽ നടത്തുന്ന വ്യാജ ഫോട്ടോ പ്രചാരണത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച നടി റിനി ആൻ ജോർജിനൊപ്പം സരിൻ നിൽക്കുന്നതായി ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഈ ഫോട്ടോയുടെ നിലവാരത്തെക്കുറിച്ചാണ് ഡോക്ടർ സൗമ്യ സരിൻ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നത്. ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു തല വെട്ടിയൊട്ടിക്കൽ പിക് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലെന്നാണ് ഡോക്ടർ സൗമ്യ സരിൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്. 1996 ഞാൻ കണ്ട ഇന്ദ്രപ്രസ്ഥം എന്ന സിനിമയിൽ പോലും ഇതിലും മികച്ച രീതിയിൽ ഇത്തരം എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. നേരെ എഡിറ്റ് ചെയ്യാൻ കഴിവുള്ള ആരും ഇവരുടെ ടീമിൽ ഇല്ലേ എന്നും അത്യാവശ്യമായി പണി അറിയാവുന്നവരെ റിക്രൂട്ട് ചെയ്യണമെന്ന് അവർ പരിഹസിച്ചിരിക്കുകയാണ്. കൂടുതൽ പ്രചാരണങ്ങൾ നടക്കാനിരിക്കുന്നതിനാൽ പ്രൊഫഷണൽ ക്വാളിറ്റി നിലനിർത്തണമെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രചരിക്കുന്ന വ്യാജ ഫോട്ടോയുടെ നിലവാരമില്ലായ്മയെയും പ്രചാരണ രീതിയെയും ഡോക്ടർ സൗമ്യ സരിൻ അതിരൂക്ഷമായി വിമർശിച്ചു. അവർ ഈ ഫോട്ടോ സഹിതം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ഈ ഫോട്ടോ എന്റെ പോസ്റ്റുകൾക്ക് താഴെ തലങ്ങും വിലങ്ങും പോസ്റ്റുന്നവരോടാണ് കേട്ടോ. അയ്യേ എന്തുവാടേ എന്നാ പണി വെച്ചിരിക്കേ. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു തല വെട്ടി ഒട്ടിക്കൽ പിക് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഇതൊന്നും വൃത്തിക്കും മെനക്കും ചെയ്യാൻ കഴിവുള്ള ആരും ഇവിടെയില്ലേ. 1996 ഞാൻ കണ്ട ഇന്ദ്രപ്രസ്ഥം എന്ന സിനിമയിൽ പോലും ഇതിലും അടിപൊളിയായി ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യമായി ടീമിലേക്ക് പണി അറിയാവുന്ന കുറച്ചു പേരെ റിക്രൂട്ട് ചെയ്യണം. പെട്ടെന്ന് തന്നെ പണി കൂടാൻ പോകുകയല്ലേ. അപ്പോൾ പ്രൊഫഷണൽ ക്വാളിറ്റി കളയാതെ നോക്കണമെന്ന് ഒരു അഭ്യുദയാകാംക്ഷി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും പോസ്റ്റ് നിരവധി ആൾക്കാരാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് ഇപ്പോൾ തിരിച്ചിതിനൊരു മറുപടിയായിട്ട് ആളുകൾ പങ്കുവച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് കമന്റുകൾ വായിക്കാം. ഇങ്ങനെയൊന്നും അല്ലല്ലോ ഹസ്ബൻഡിന്റെ വായിൽ നിന്ന് വരുന്നത്. ആദ്യം അയാൾ ഡീസന്റ് ആക്കുക. നിങ്ങളിവിടെ ആരെങ്കിലും മോശമായി പറഞ്ഞോ? ഇല്ലല്ലോ. കാര്യം ശരി തന്നെ. മുൻപ് കുറെ നാൾ ഒരേ മനസ്സുമായി നടന്നതിൽ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതി വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറഞ്ഞാൽ സ്വയം വില കളയുകയല്ലാതെ എന്ത് മാർഗമുണ്ട്? വർത്തമാനങ്ങൾ ആദ്യം നിർത്തി സാധാരണ രീതിയിൽ സംസാരിക്കാൻ പറഞ്ഞാൽ മതി. പ്രശ്നങ്ങളൊക്കെ കുറേയേറെ പരിഹരിക്കപ്പെടും എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമന്റ്, ഇത് സരിൻ തന്നെ എഡിറ്റ് ചെയ്തതാണ്. ഇവൻ കോൺഗ്രസിലായപ്പോൾ ഇതിനേക്കാൾ വലിയ ഫ്രോഡ് പണി ചെയ്തിട്ടുണ്ട് സ്വന്തം പ്രൊമോഷന് വേണ്ടി എന്നുള്ള കമന്റും ഇടുന്നുണ്ട്. ഏതായാലും രാഹുൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലപാട് കടുപ്പിച്ച് രാഹുലിനെ പാർട്ടി കൈവിടുന്നതിന്റെ സൂചനയാണെന്നാണ് ചില റിപ്പോർട്ടുകൾ. ഈ ഗർഭചിത്ര ആരോപണത്തിൽ യുവതിയുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നത് കുരുക്ക് മുറുക്കി. നിന്നെ കൊല്ലാൻ കുറച്ച് സെക്കൻഡുകൾ മതിയെന്ന ഭീഷണി വരെ അതിലുണ്ട്. അതിനിടെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ പാർട്ടി പദവി ഒഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ ഷാഫി പറമ്പിൽ ശ്രമിച്ചു. എന്നാൽ രാജി 1ാം ഘട്ടം മാത്രമെന്ന് സതീശൻ തുറന്നടിച്ചു. പരാതികളെല്ലാം പാർട്ടി ഗൗരവമായി പരിശോധിക്കും. തെറ്റ് ബോധ്യപ്പെട്ടാൽ കടുത്ത നടപടിയും എടുക്കും. മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഘടകകക്ഷി നേതാക്കളോടും സതീശൻ നിലപാട് അറിയിച്ചതായാണ് വിവരം. രാഹുലിനെ പാലക്കാട് ഇറക്കി സീറ്റ് നിലനിർത്തുന്നതിനെ ചുക്കാൻ പിടിച്ചത് സതീശനാണ്. രാഹുലിനെതിരെ പരാതിപ്പെട്ട സ്ത്രീകളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പാർട്ടി കൂടെയുണ്ടാവില്ലെന്നും VK ശ്രീകണ്ഠൻ ഉൾപ്പെടെ താക്കീതും സതീശൻ നൽകി. നേതാക്കൾ കളങ്കരഹിതരാവണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപനും നിലപാട് അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിക്കലെത്തി കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെയുണ്ട്. വരിവെച്ചുവരുന്ന സ്ത്രീ വിഷയ ആരോപണം തെരഞ്ഞെടുപ്പിനെ ബാധിക്കും വിധം തളർത്താൻ മുതിർന്ന നേതാക്കൾ തയ്യാറല്ല. ഷാഫിയും ശ്രീകണ്ഠനും കുറച്ച് സൈബർ പോരാളികളും ഒഴിച്ചാൽ പ്രമുഖ നേതാക്കൾ ആരും രാഹുലിനെ സംരക്ഷണ വലയമൊരുക്കാൻ മുതിരാത്തത് ഇതുകൊണ്ടാണ്. ഇടത് MLA-മാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാജി ഉണ്ടായില്ലല്ലോ എന്ന ന്യായീകരണത്തിൽ പിടിച്ചു തൂങ്ങിയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും.
കളങ്കിതർക്കൊപ്പം നിൽക്കരുതെന്ന നിർദ്ദേശം രാഹുൽ ഗാന്ധി അടക്കം നൽകിയെന്നാണ് വിവരം. രാഹുലിനെതിരെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് അറിയിച്ച AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും കോൺഗ്രസ് സന്മാർഗത്തിനൊപ്പം എന്നാണ് പറഞ്ഞത്. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം നേരിടുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാനാകുമോ എന്ന കാര്യത്തിൽ പോലീസിലും കൂടിയാലോചന നടക്കുകയാണ്. ഇതുവരെ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളുടെയും ചാറ്റ് സ്ക്രീൻഷോട്ടുകളുടെയും പശ്ചാത്തലത്തിലാണ് പോലീസ് തലപ്പത്ത് ഇത്തരമൊരു പരിശോധന നടക്കുന്നത്. പരാതിക്കാരില്ലാത്തതിനാൽ കേസ് നിലനിൽക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടിയേക്കുമെന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ അപമാനിച്ചുവെന്ന ആരോപണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും ഉയർന്നു വന്നുവെങ്കിലും നേരിട്ടുള്ള പരാതികളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചുവെന്ന ആരോപണം ഉൾക്കൊള്ളുന്ന ശബ്ദശകലം പുറത്തു വന്നുവെങ്കിലും ഇക്കാര്യത്തിൽ പരാതിയില്ലാതെ പോലീസിന് കേസെടുക്കാനാകില്ല. ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നത് 10 വർഷം ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റമാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇക്കാര്യത്തിൽ പോലീസിന് നേരിട്ടുള്ള പരാതി കിട്ടിയിട്ടുമില്ല. അതേസമയം മൂന്നാം കക്ഷികളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇത് അടിസ്ഥാനമാക്കി കേസെടുക്കാനാകില്ലെന്നും വാദമുണ്ട്. ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയെങ്കിലും പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലാത്തവരുടെ കേസുകൾ അവസാനിപ്പിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും പരാതിക്കാർ മുന്നോട്ട് വന്നില്ലെങ്കിൽ കേസെടുക്കണോ എന്നത് സർക്കാർ തീരുമാനത്തിനനുസരിച്ചാകും നടക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാജി വേണമെന്ന നിലപാട് നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് വിവരം. ചില MPമാരും രാജി അനിവാര്യമാണെന്ന് നേതൃത്വത്തെ ധരിപ്പിച്ചു. MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ പാർട്ടിക്ക് വിവാദങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. ഇതുവഴി സമാന ആരോപണം നേരിടുന്ന MLAമാരെ സംരക്ഷിക്കുന്ന CPMനെ രാഷ്ട്രീയമായി നേരിടാമെന്ന് പറയുന്നു. എന്നാൽ MLA സ്ഥാനം രാജിവെക്കുന്നത് പോലുള്ള കടുത്ത തീരുമാനം തിരക്കിട്ട് എടുക്കരുതെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. കാത്തിരുന്ന് കാണാമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്ന ആശങ്കയും രാജിയെ എതിർക്കുന്നവർക്കുണ്ട്. BJP ഇടപെടലോടെ അതിവേഗം ഉപതെരഞ്ഞെടുപ്പ് നടത്താനും സാധ്യതയുണ്ടെന്നും നേതാക്കൾ വിലയിരുത്തുന്നു. എന്നാൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷം മാത്രമേ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്ന് PK ശ്രീമതിയും പറഞ്ഞു. KPCCയും ഷാഫിയും ഇടപെട്ട് രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കണം. PK ശശിയെ CPM വെറുതെ വിട്ടില്ലല്ലോ എന്ന് അവർ ചോദിച്ചു. അയാൾക്കെതിരെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. പല രൂപത്തിൽ അധിക്ഷേപിച്ച് തളർത്താനാണ് സൈബർ ആക്രമികളുടെ ലക്ഷ്യം. ചോദ്യങ്ങൾ ചോദിച്ചതിന് തന്റെ നേരെ വലിയ സൈബർ ആക്രമണമാണ് ഉണ്ടായത്. ഇത്തരം വെട്ടുകിളി കൂട്ടങ്ങളുടെ പ്രവൃത്തിയിൽ താൻ പിന്നോട്ട് പോകില്ലെന്നും അവർ വ്യക്തമാക്കി. എന്തുകൊണ്ടാണ് കേരളത്തിലെ വനിതാ MP ആയ പ്രിയങ്ക ഗാന്ധി ഇതുവരെ പ്രതികരിക്കാത്തതെന്നും അവർ ചോദിച്ചു. ദേശീയ തലത്തിൽ നേതാക്കൾ ആരും പ്രതികരിച്ചില്ല. AICCയുടെ ദയനീയ പരാജയമാണിത്. മലയാളികൾക്ക് അപമാനകരമായ സംഭവമാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. പെൺകുട്ടി എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്നുള്ളത് പെൺകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അപമാനം കാരണം പെൺകുട്ടിക്ക് കേരളം വിട്ടു പോകേണ്ടി വന്നു. നിരവധി പെൺകുട്ടികളെ സ്നേഹം നടിച്ച് രാഹുൽ വഞ്ചിച്ചതിന്റെ പ്രവർത്തികൾ കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല. അതിരുകടന്ന ധിക്കാരവും ധാർഷ്ട്യവുമാണ് രാഹുൽ കാണിക്കുന്നത്. രാഹുലിനുള്ളത് ഒരു വൈകൃതമാണെന്നും അവർ പറഞ്ഞു. മുകേഷ് MLA സ്ഥാനം രാജിവെച്ചില്ലല്ലോ എന്ന ചോദ്യത്തിന് കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നാണ് തങ്ങളുടെ നിലപാടെന്നും PK ശ്രീമതി വ്യക്തമാക്കി. സ്ത്രീകളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് ഈ പ്രവൃത്തികൾ കാണിച്ചത്. ശബ്ദരേഖ ഇതുവരെ നേതാക്കന്മാർ ആരും നിഷേധിച്ചിട്ടില്ല. ഗർഭചിത്രം നടത്താൻ അനുവദിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ക്രൂരമായ സംഭവമാണെന്നും അവർ പറഞ്ഞു.